ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. നമ്മൾ ഒരുപാടൊക്കെ ഈ കൊലപാതക വാർത്തകളും അങ്ങനത്തെ ക്രൂരകൃത്യങ്ങളൊക്കെ കേട്ട് നമ്മുടെ മനസ്സ് തന്നെ മരവിച്ചിരിക്കുക. കാരണം നമ്മുടെ കേരളത്തിന്റെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമായി പോയി. ദൈവത്തിന്റെ സ്വന്തം നാട് ഇപ്പൊ ചെകുത്താന്റെ നാടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി ഒരു പഴയ വീഡിയോ ആണ്, പക്ഷേ ഇതാരും സ്കിപ്പ് ചെയ്യരുത്. രസകരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് വിളിച്ചു കുടുങ്ങി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതുപോലെ ഒരു കുട്ടി വിളിച്ച് ഒരു അമ്മയെടുത്ത് കുടുങ്ങുന്ന ഒരവസ്ഥ. ഞാൻ ചിരിച്ച് മടുത്തോട്ടെ. ഇനിയിപ്പോ നിങ്ങൾ ചിരിക്കും, കാരണം ഈ റംസാനൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ മറ്റുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നതിനെക്കാട്ടി കുറച്ച് നല്ലത് ഇത്തരത്തിലുള്ള വീഡിയോകളാണ് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ്. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ പല ആൾക്കാരും വീഡിയോ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്, കേൾക്കാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടുത്തെ സാധാരണക്കാർക്ക് അല്ലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ തയ്യാറാക്കിയെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതൊക്കെ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ചിലപ്പോൾ കിട്ടുന്നുണ്ടാകാം. എനിക്ക് അതിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയില്ല. ഈ കിസാൻ പദ്ധതി വഴി കുറെ എന്താ പറയുക ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു. പിന്നെ കക്കൂസ് ഇല്ലാത്തവർക്ക് കക്കൂസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് പരിപാടികളൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേരളത്തിലും കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിങ്ങനെ നോക്കുന്നത്. അപ്പൊ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പൊ എന്താണെങ്കിലും അങ്ങനെ നമ്മുടെ ഈ കഴിഞ്ഞ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബി.ജെ.പിയുടെ ഓഫീസുകളിൽ ഇങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങളെ ഇരുത്തിയിട്ട് ഇങ്ങനെ ഓരോ നമ്പറുകൾ കളക്ട് ചെയ്തിട്ട് അവരെ ഇങ്ങനെ വിളിക്കും, വീടുകളിലേക്ക് വിളിച്ചിട്ട് ചോദിക്കും, ഹലോ നിങ്ങൾ ബി.ജെ.പിയുടെ അധികാരത്തിൽ നിങ്ങൾ തൃപ്തരാണോ, പ്രധാനമന്ത്രിയുടെ കിസാൻ പദ്ധതി കിട്ടുന്നുണ്ടോ, പ്രധാനമന്ത്രിയുടെ വക കക്കൂസ് കൊടുത്തിട്ടുണ്ടോ, അത് കിട്ടുന്നുണ്ടോ, അങ്ങനെ വിളിച്ച് ചോദിച്ച് അവസാനം കുടുങ്ങി പണ്ടാരം അടങ്ങിയെന്ന് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ചിരിച്ചു മടുത്ത് ഈ ചേച്ചിയുടെ മറുപടി കേട്ടാൽ ആരാണെങ്കിലും ചിരിച്ചു പോകും. അമ്മ അതിലൊരു ഐറ്റം. എന്താണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് ഈ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടാൽ ഉറപ്പായിട്ട് ഞാൻ പറയാണ് നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒന്ന് റിലാക്സ് ആകാം, നമുക്ക് കുറച്ചൊന്ന് ചിരിക്കാം. കാരണം ഈ കൊലപാതക വാർത്തകളൊക്കെ കണ്ട് നമ്മുടെ മനസ്സ് മരവിച്ചിരിക്കുകയല്ലേ. അപ്പോൾ റംസാനൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഒന്ന് മാറ്റി പിടിച്ചാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഓഡിയോ ക്ലിപ്പും രസകരമായിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം. എവിടെന്നാ വിളിക്കുന്നേ? ബി.ജെ.പിയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. സുലോചന എന്നാണോ ചേച്ചിയുടെ പേര്? ആ പറയൂ. ഓക്കെ, ചേച്ചിക്ക് പ്രധാനമന്ത്രി കിസാൻ പദ്ധതി കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. കഴിഞ്ഞ മാസം ലാസ്റ്റോട് കൂടിയൊക്കെ പേയ്മെന്റ് വന്നതാണോ? ആ വന്നിരുന്നു. ഓക്കെ ചേച്ചി, നമ്മളിപ്പോ ഇലക്ഷന്റെ ഭാഗമായിട്ട് വിളിക്കുന്നതാണ് കേട്ടാ. ചേച്ചിക്ക് ഇപ്പൊ ബി.ജെ.പി ഭരണത്തോടൊക്കെ താല്പര്യമുള്ള വ്യക്തിയാണോ? ബി.ജെ.പി ഭരണം, ഇപ്പോഴത്തെ ഭരണം വളരെ മോശമല്ലേ. മക്കൾക്കൊന്നും ജോലിയൊന്നുമില്ല, യുവജനങ്ങൾക്കൊന്നും ജോലി കൊടുക്കുന്നില്ല. ഉള്ള പൊതുമേഖല കംപ്ലീറ്റ് അദാനിക്കും അംബാനിക്കും കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ഏതെങ്കിലും ഒരു പൊതുമേഖലയിൽ ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? പെട്രോളിന്റെയും ഗ്യാസിന്റെയും ഒക്കെ വില കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇലക്ഷൻ പ്രമാണിച്ച് വില കുറച്ച്. ഇനി നിങ്ങൾ ഇലക്ഷൻ കഴിയുമ്പോൾ ഉടനെ വില കൂട്ടും. 50 രൂപയ്ക്ക് പെട്രോൾ വരാന്ന് പറഞ്ഞാണ്. ഇപ്പൊ 110 രൂപ അടുപ്പിച്ചായി. ഇതിലൊന്നും പറയാനില്ലേ? അതൊന്നും നിങ്ങൾ എന്തായാലും ഇലക്ഷൻ പ്രമാണിച്ച് വിളിച്ചതല്ലേ, ഒരു മറുപടിയും കൂടെ പറയും. ആളുകൾക്ക് കട്ട് ചെയ്തിട്ട് പോവല്ലേ, കട്ട് ചെയ്തിട്ട് പോവല്ലേ. നമ്മൾ ചോദിക്കുന്നതിനും കൂടെ എവിടെന്നെങ്കിലും ഒരു ഉത്തരം കിട്ടിയതായിരുന്നു. കട്ടിയിട്ട് എന്തെങ്കിലും പോയില്ലേ ചേച്ചി? നമ്മൾ മുമ്പത്തെ ഭരണമാണെങ്കിൽ ഇങ്ങനൊന്നും വന്നിട്ടില്ലാന്ന് ചേച്ചി നല്ല ഉറപ്പുണ്ടോ? എല്ലാ കാര്യത്തിലും ചേച്ചി കറക്റ്റായിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് ചേച്ചിക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇത്രയും ഭീകരമായിട്ട് ജോലി ഇല്ലാത്തൊരവസ്ഥയില്ല. 10 ലക്ഷം തൊഴിൽ ഒഴിഞ്ഞു കിടന്നിട്ട് പൊതുമേഖലയില് 10 ലക്ഷം ഒഴിഞ്ഞു കിടന്ന തൊഴില് റദ്ദാക്കപ്പെട്ടു എന്നുള്ളത് മോക്കറിയോ? അങ്ങനെ ഒഴിവാക്കപ്പെട്ടു. ഇന്ത്യൻ റെയിൽവേയിൽ ലക്ഷക്കണക്കിന് തൊഴിൽ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അവിടെ എവിടെയെങ്കിലും നിയമനം കൊടുക്കുന്നുണ്ടോ? നമ്മുടെ പൊതുമേഖലകളെല്ലാം ഇങ്ങനെ ഓരോരുത്തർക്ക് വിറ്റുകൊണ്ടിരിക്കുകയല്ലേ. പൊതുമേഖലയിൽ ജോലി കൊടുത്തില്ലെങ്കിൽ പിന്നെ എവിടെയാണ് സർക്കാരിന് ജോലി കൊടുക്കാൻ പറ്റുന്നത്? ഇപ്പൊ വന്നപ്പം പറഞ്ഞ് കള്ളപ്പണം വെളുപ്പിച്ചിട്ട് 15 ലക്ഷം ഓരോരുത്തരുടെ അക്കൗണ്ടിൽ ഇടുവെന്ന്. ആർക്കെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും കിട്ടുമോ? അപ്പൊ ബി.ജെ.പിക്കാരുടെ വീട്ടിലെങ്കിലും കിട്ടിയെങ്കിൽ, ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ അത്രയും സമാധാനം. എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? മോളുടെ വീട്ടിൽ കിട്ടിയോ? എന്റെ വീട്ടിൽ കിട്ടിയിട്ടില്ല. അല്ല ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളിപ്പോ ഈ ബി.ജെ.പി ഭരണം വന്നത് കൊണ്ടാ, കേന്ദ്രത്തിൽ ബി.ജെ.പി ഭരിച്ചത് കൊണ്ടാണോ ഇപ്പൊ ഇങ്ങനെ ആയെന്ന് ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? അവിടെ ഭരണം മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. മോളത്തെ ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പൊ ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന് അതിലെന്തിനാണ് മതം മാത്രം അടിസ്ഥാനമാക്കിയത്? ഈ രാജ്യത്ത് നിങ്ങളൊക്കെ കൊച്ചു കുട്ടികളോ, നിങ്ങളൊക്കെ ഇങ്ങനെ മുസ്ലിങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണോ സ്കൂളിൽ പഠിക്കുന്നത്? പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. രാജ്യത്ത് ഭരണം പറയുന്നത്
ഈ 3 അയൽ രാജ്യങ്ങൾ, പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള 3 രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളെ മാത്രം എന്തിനു നിങ്ങൾ മാറ്റി നിർത്തണം? 6 മതവിഭാഗങ്ങൾക്ക് പൗരത്വം കൊടുക്കുമ്പം ഒരു മതത്തിന് എന്തിനു മാറ്റി നിർത്തണം? അവര് അഭയാർത്ഥികളായിട്ട് വന്നവരല്ലേ? അവരുടെ രാജ്യത്ത് അവർക്ക് പ്രശ്നമായതുകൊണ്ട് ഈ രാജ്യത്ത് അഭയം തേടി വന്നവരാണ് അഭയാർത്ഥികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അഭയം തേടി വന്നവരെ പുറത്താക്കുന്ന ഒരു പാരമ്പര്യം അത് ശരിയായ രീതിയായിട്ട് മോക്ക് തോന്നുന്നുണ്ടോ? ഇല്ല 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 ഇല്ല. അപ്പൊ പിന്നെ അത് തെറ്റല്ലേ? അത് അങ്ങനെയൊക്കെ കാണിക്കുന്നത് മതത്തിന്റെ പേര്. ഇത്രയും 6 വിഭാഗം മതങ്ങൾക്ക് ആ പൗരത്വം കൊടുക്കൂന്ന് പറയുമ്പോൾ ഒരു വിഭാഗത്തിന് മാത്രം മാറ്റി നിർത്തുന്നതിനോട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. ഞാനൊരു ഹിന്ദുവാണ്, പക്ഷെ എനിക്ക് വലിയ പ്രതിഷേധമുണ്ട്. കാരണം നമ്മളൊക്കെ മതം പറഞ്ഞുകൊണ്ടല്ല, ജാതിയും മതവും ഇല്ലാത്ത ഒരു മതനിരപേക്ഷ രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്തിനെ ഇപ്പൊ കീറി മുറിക്കണം. മണിപ്പൂരിൽ എന്താണ്, എത്ര ക്രിസ്ത്യൻ ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത് ഇല്ലേ? മണിപ്പൂര് ഭരിക്കുന്ന ആരാണ്? BJP ആണ്. ബീരേൻ സിംഗിന്റെ ഗവൺമെന്റ് ആണ് മണിപ്പൂര് ഭരിക്കുന്നത്. രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആണ്. ഈ 2 ഗവൺമെന്റ് ഭരിച്ചിട്ടും മണിപ്പൂരിൽ ഒരു കലാപം ഉണ്ടായിട്ട് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റിനോ ആ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റിനോ ആ കലാപം നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ മോളെ? അപ്പൊ നമ്മൾ ഇലക്ഷന് വോട്ട് ചോദിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നമ്മളും കൂടി മനസ്സിലാക്കണം. നിങ്ങളെപ്പോലുള്ള ചെറിയ പിള്ളേരാണ് നമ്മളെ രാജ്യത്തിന് ഇങ്ങനെ മതത്തിന്റെ പേരിൽ കീറി മുറിക്കാൻ നോക്കുമ്പോഴേ നിങ്ങളൊക്കെ പ്രതികരിക്കണം. നിങ്ങളൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ പ്രതികരിക്കണം. സൂപ്പർ. കുറച്ച് പഴയ വീഡിയോ ആണ്, പക്ഷെ അത് ഒന്നുകൂടെ നിങ്ങളെ കേൾപ്പിക്കണമെന്ന് തോന്നി. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് അറിയാലോ അല്ലെ? എവിടെ നോക്കിയാലും ഇസ്ലാം മത വിശ്വാസികളെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലാണല്ലോ ഈ സംഘി ഊളകൾ ഇങ്ങനെ ചാനൽ ചർച്ചകളിലാണേലും വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നടന്നിരിക്കുന്ന ചില കൊലപാതകങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ പ്രത്യേക ചില ചാനലുകൾ, അതായത് മലം തുപ്പി ചാനലും അതുപോലെ ഈ മലം TVയും അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. ഇവരെല്ലാം അതിനകത്തേക്ക് തീവ്രവാദം കലർത്താനും മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ. എന്തായാലും ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ ഈ ഓഫീസിൽ വിളിച്ചിരുത്തുമ്പോൾ സാമാന്യം കുറച്ചുകൂടെയൊക്കെ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാരെ ഇരുത്തുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരെ വിളിക്കുമ്പോഴത്തേക്ക് ഒന്നും അറിയാത്ത ആൾക്കാരെ വേണം വിളിക്കേണ്ടത്. കാരണം അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കുമ്പോഴത്തേക്ക് ചിലപ്പം മറുപടി പറയാൻ പറ്റുന്നത്. എന്തായാലും ചേച്ചി പൊളിയാണ്, ചേച്ചി പുലിയാണ്, പൊളിച്ച് അടിക്കിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് ആ കൊച്ചിന് കൊടുത്തത്. എനിക്ക് തോന്നുന്നു ഈ മറുപടി കേട്ടതിന് ശേഷം ആ കുഞ്ഞൊരു പക്ഷേ ചിലപ്പോൾ ഫോണും ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് കണ്ടപ്പോൾ ചിലപ്പോൾ ഓടിക്കാണ്. കാരണം ഇതിനകത്ത് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്നും പറഞ്ഞിട്ട് ഓടിയിട്ടുണ്ടാവും. അതങ്ങനെയാണ്. കാരണം ഈ ശാഖകളിൽ പഠിപ്പിക്കുന്നത് എന്താണ്, നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ. അവർ കൊടുക്കുന്ന ക്യാപ്സൂൾ അപ്പാടെ വിഴുങ്ങിയിട്ട് വന്നിരുന്നുകൊണ്ട് ഛർദ്ദിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ആൾക്കാരത്ത് വന്നു കഴിഞ്ഞാൽ അവരത് തിരുത്തി കൊടുക്കും. എന്ത് ക്ലിയർ ആയിട്ടാണല്ലേ ആ ചേച്ചി പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി, അവളൊപ്പം തന്നെ ചിരിയും തോന്നി. പക്ഷെ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ക്ലിപ്പിലൂടെ ആ ചേച്ചി ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഉറപ്പായിട്ടും ഇത്തരത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ സംഘി ഊളകളൊക്കെ അത്യാവശ്യം ചിലപ്പം പിന്തിരിഞ്ഞ് മറ്റു മതേതര പ്രസ്ഥാനങ്ങളിലേക്കൊക്കെ ചേക്കേറും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും